ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ പലഹാരം ഉണ്ടാക്കിയാലോ. ഞാനിന്ന് തയ്യാറാക്കുന്നത് ഉള്ളിവടയാണ്. ഇത് നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പ് വടയല്ല കേട്ടോ. നമുക്ക് തട്ടുകടയിൽ നിന്ന് ചായയുടെ കൂടെയൊക്കെ കിട്ടുന്ന വടയുടെ അതേ ഷേപ്പിൽ തന്നെയുള്ള ഉള്ളിവടയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇൻഗ്രീഡിയൻസിലും നല്ല വ്യത്യാസമുണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. മാത്രമല്ല നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു നാടൻ ഉള്ളിവട തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഉള്ളിവടക്ക് നമ്മൾ കടലപ്പൊടിയാണ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ മൈദയാണ് കേട്ടോ എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണിലധികം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണും പിന്നെ കുറച്ചും ഉണ്ടാവും. അത്രയും ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഇത് ഇത്രയും തന്നെ ചേർക്കണം കേട്ടോ. ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വടയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ ഇഞ്ചി 1 ടേബിൾ സ്പൂൺ തന്നെ ഇത്രയും അളവ് മൈദക്ക് ചേർക്കുക. അതുപോലെ തന്നെ ഞാനൊരു 4 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നല്ല ബലം കൊടുത്തിട്ട് തന്നെ മിക്സ് ചെയ്തോളൂ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഈസ്റ്റാണ്. ഞാനിവിടെ 1/2 ടീസ്പൂണിലും കുറവായിട്ട് കുറച്ച് ഈസ്റ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഏകദേശം 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഇളം ചൂടുവെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഈസ്റ്റ് പൊങ്ങാനൊന്നും നിൽക്കുന്നില്ല. മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ മാവിലേക്ക് ചേർക്കാണ്. ഈ മാവിൽ കിടന്നിട്ട് മാവ് നന്നായിട്ടങ്ങ് പൊങ്ങിക്കോളും. അപ്പോൾ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി നമുക്ക് ഇളം ചൂട് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്യണം. ഇളം ചൂട് വെള്ളം തന്നെ എടുക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ ചേർത്ത ഈസ്റ്റ് ഇതിൽ കിടന്നിട്ട് പെട്ടെന്ന് പൊങ്ങി വന്നോളും. അപ്പോൾ അതിനായിട്ട് വെള്ളം എടുക്കുമ്പം ഇളം ചൂടുള്ള വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. കുറച്ച് ലൂസായിട്ടിരിക്കണം. എന്നാൽ നമുക്ക് നമ്മുടെ കയ്യിൽ വെച്ചിട്ടൊരു വടയുടെ ഷേപ്പിലാക്കി എടുക്കാനും പറ്റും. ആ ഒരു പാകത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കാരണം ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ വട ഹാർഡായതുപോലെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് നമുക്കൊരു 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനൊരു 2 മണിക്കൂർ വരെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാവ് കണ്ടില്ലേ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാവണം. എങ്കിൽ മാത്രമേ വട നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഈസ്റ്റ് ചേർത്തതുകൊണ്ട് തന്നെ എന്തായാലും പൊങ്ങി കിട്ടുമല്ലോ. ഇനിയിപ്പോൾ ഈസ്റ്റ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിൽ കുറച്ച് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒക്കെ ചേർത്തിട്ടും തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യം വട ഉണ്ടാക്കുമ്പോഴും കൈ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അതിനായിട്ടാണ്. അപ്പോൾ വട നമുക്കിങ്ങനെ കൈവെള്ളയിൽ കുറച്ച് മാവ് എടുത്തിട്ട് നമ്മുടെ തള്ളവിരൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഹോൾ ഉണ്ടാക്കിയിട്ടാണ് തയ്യാറാക്കുന്നത്. ആദ്യം ഇതുപോലെ വിരലിൽ മാവ് എടുക്കുക. 4 വിരലിലുമായിട്ട് മാവ് എടുക്കുക. തള്ള വിരൽ ഉപയോഗിച്ചിട്ട് നടുവിൽ ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നമ്മൾ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കി എടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന പോലെ തന്നെ തിരിച്ചും മറിച്ചിട്ട് നമ്മുടെ വട നല്ലതുപോലെ വേവിച്ചെടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ കളറായിട്ട് വരണം. അതുവരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാനൊരു 2 പ്രാവശ്യം ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് 2 ഭാഗവും നല്ലൊരു ഗോൾഡൻ കളറാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വട എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഉള്ളിവട പോലെ ഭയങ്കര ക്രിസ്പി വടയല്ല കേട്ടോ. ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള വടയാണ്. അപ്പോൾ ഇത് 2 ഭാഗവും നല്ല ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതേപോലെ മുഴുവനും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നടുവിൽ ഹോളൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഹോളില്ലാത്ത വടയൊക്കെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഷേപ്പിൽ കാര്യമൊന്നുമില്ല. ഞാനുണ്ടാക്കിയപ്പോഴും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഷേപ്പൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ. നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല. അതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടില്ലേ നല്ലതുപോലെ വെന്ത് ഇങ്ങനെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഒരു സോഫ്റ്റ് വടയാണ് കേട്ടോ, ക്രിസ്പി വടയല്ല. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇത് തണുത്ത് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ ചായ ഉണ്ടാക്കുന്ന ആ ഒരു സമയം തന്നെ വടയും ഫ്രൈ ചെയ്തെടുത്തിട്ട് ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. കാരണം മൈദ ആയതുകൊണ്ട് നല്ലോണം തണുത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഹാർഡായതുപോലെ ഉണ്ടാവും. വലിയ ടേസ്റ്റ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ചായ വെക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു വടയും കൂടി ഫ്രൈ ചെയ്തിട്ട് ഒരുമിച്ച് കഴിക്കുന്നതായിരിക്കും സൂപ്പർ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
താങ്ക് യു.